ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. 91 വീരസേനൻ്റെ പുത്രൻ. ആൻസർ ഓപ്ഷൻ ബി വൈരസേനി. 92 മാതൃക പോലെ എഴുതുക. വാഴച്ചുവട്, വാഴയുടെ ചുവട്. അതുപോലെ ജീവിതാവസ്ഥ. ആൻസർ ഓപ്ഷൻ ബി ജീവിതത്തിൻ്റെ അവസ്ഥ. 93 പര്യായ പദമല്ലാത്തത്. ശരീരം. ആൻസർ ഓപ്ഷൻ ഡി ഘൃതം. ഘൃതം എന്ന് പറഞ്ഞാൽ ജലം, നെയ്യ് അങ്ങനെയൊക്കെയാണ് അർത്ഥം. അപ്പോൾ ശരീരത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? മെയ്യ്, തനു, കായം. മെയ്യ്, തനു, കായം. ഇതാണ് ശരീരത്തിൻ്റെ പര്യായ പദം. അടുത്ത ക്വസ്റ്റ്യൻ 94 ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അപമാനിക്കുക. അടുത്തത് 95 വിപരീത പദം കണ്ടെത്തുക. ആധിക്യം. ആൻസർ ഓപ്ഷൻ എ വൈരല്യം. 96 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. ഇത് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 2018 ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്നാലും പറഞ്ഞേക്കാം. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. ഓപ്ഷൻ ബി എം മുകുന്ദനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ എസ് കെ വസന്തൻ. 2023 ഡോക്ടർ എസ് കെ വസന്തൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതു. 2022 സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സല. അടുത്ത ക്വസ്റ്റ്യൻ 97 വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ആൻസർ ഓപ്ഷൻ എ എം കെ മേനോൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? എം കെ മേനോൻ. എം കെ മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ 98 അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? ആൻസർ ഓപ്ഷൻ സി നളിനി. 99 നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ആൻസർ ഓപ്ഷൻ എ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. 100 The little knowledge is a dangerous thing. ആൻസർ ഓപ്ഷൻ ഡി അല്പജ്ഞാനം അപകടമാണ്. അല്പജ്ഞാനം അപകടമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 91 ക്വസ്റ്റ്യൻ തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ഡി വെണ്മ. അപ്പം തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങൾക്ക് പറയുന്ന പേരാണ് തദ്ധിതങ്ങൾ. തന്മാത്രാ തദ്ധിതം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. അതിൻ്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? മാ, ആയ്മ, തം, തരം, തനം. ഇവിടെ മായാണ് വന്നിരിക്കുന്നത് അല്ലേ പ്രത്യയം. പിന്നെ വേറെ ഉദാഹരണങ്ങൾ പുതുമ, വല്ലായ്മ, ഗുരുതരം, കുട്ടിത്തം, മണ്ടത്തരം, കള്ളത്തരം, കേമത്തം, ഗുരുത്തം ഇതൊക്കെ തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു, തന്മാത്രാ തദ്ധിതത്തിൻ്റെ കാര്യം പറഞ്ഞു. അന്നേരം ഇത് എല്ലാവരും ഇനി മറക്കത്തില്ലല്ലോ തന്മാത്രാ തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇനി അടുത്തത് 92 കൈകാലുകൾ സമാസമേത്? ആൻസർ ഓപ്ഷൻ ബി ദ്വന്ദ്വൻ. അപ്പോൾ ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവോത്തര അർത്ഥങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് ദ്വന്ദ്വ സമാസം. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഓ ചേർന്ന് വരുന്നു. അല്ലെങ്കിൽ ഓ ചേർന്ന് വരുന്നു. അപ്പോൾ ഇവിടെ എന്തുവാ ചേർന്ന് വന്നത്? കൈയും കാലും. കൈകാലുകൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കൈയും
കാലും എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നത് ഉമ്മാണ്. ഇനി അടുത്തത് 93. ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ അഭ്യസ്ത വിദ്യൻ. അപ്പോൾ ഇതാണ് ശരിയായ രൂപം. 94. ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക്. ആൻസർ ഓപ്ഷൻ സി ആർഷം. അടുത്തത് 95. അർത്ഥം എഴുതുക. ഇനൻ. ആൻസർ ഓപ്ഷൻ ബി സൂര്യൻ. അപ്പം ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. 96. ആത്മകഥയ്ക്കൊരു ആമുഖം ആരുടെ കൃതിയാണ്? ആത്മകഥയ്ക്കൊരു ആമുഖം ആരുടെ കൃതി? ആൻസർ ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം. 97. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ. ആൻസർ ഓപ്ഷൻ സി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അടുത്ത ക്വസ്റ്റ്യൻ 98. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ആൻസർ ഓപ്ഷൻ ഡി ശൂരനാട് കുഞ്ഞൻപിള്ള. 99. നായ കഥാപാത്രമായ ഒരു കഥ. ആൻസർ ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ. 100. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത്. ആൻസർ ഓപ്ഷൻ ഡി കാരൂർ നീലകണ്ഠപിള്ള. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ.